അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസവും സുന്നികളുടെ വിശ്വാസവും ഒരുപോലെയാണ്. മക്കാ മുശ്രിക്കീങ്ങൾ ലാത്ത ഉസ്സ തുടങ്ങിയ ദൈവങ്ങളെ വിളിക്കുന്നു. അതേപോലെ തന്നെ സുന്നികളായ ആളുകൾ ഔലിയാക്കന്മാരെ വിളിച്ചു സഹായം തേടുന്നു. അപ്പൊ അവരുടെ വിശ്വാസം സുന്നികളായ ആളുകളുടെ വിശ്വാസം ഒരുപോലെയാണ്. അതുകൊണ്ട് സുന്നികൾ മുശ്രിക്കാണ് എന്നാണ് ഹുസൈൻ സലഫി പറഞ്ഞ മറ്റൊരു ഭാഗം. അതെനിക്ക് വളരെ വ്യക്തമായ നിലക്ക് തന്നെ KC നഗറിൽ നടന്ന സമ്മേളനത്തിനെ ഗണ്ണിച്ചുകൊണ്ട്, അതായത് ഹുസൈൻ സലഫിയുടെ പൊള്ളുവാദത്തിനിക്ക് അക്കമിട്ടുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തോക്ക സഖാഫി ഉസ്താദ് മറുപടി പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായി തന്നെ പറയുന്നു, സുന്നികളായ ആളുകളുടെ വിശ്വാസവും മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസവും ഒരുപോലെയല്ല. എന്തുകൊണ്ട്? സുന്നികളായ ആളുകൾ ബദ്രീങ്ങളെ വിളിക്കുന്നതും ഷേഖ് ജീലാനി തങ്ങളെ വിളിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ള ഔലിയാക്കന്മാരെ വിളിച്ച് സഹായം തേടുന്നതും അതുപോലെ തന്നെ ലാത്ത ഉസ്സനെ അവർ വിളിക്കുന്നതും ഒരുപോലെയല്ല. എന്തുകൊണ്ട്? സുന്നികളായ ആളുകൾ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിൽപ്പെട്ടതോ ഔലിയാക്കന്മാരിൽപ്പെട്ടതോ മഹത്തുക്കളായ ആളുകൾക്ക്, ഹയാത്തുള്ളതോ മരിച്ചുപോയതോ ആളുകൾക്ക് ആരും ഇബാദത്ത് ചെയ്യാറില്ല, ആരാധിക്കാറില്ല. അതേ സമയത്ത് മക്കാ മുശ്രിക്കീങ്ങളായ ആളുകളുടെ വിശ്വാസം ഒരുപാട് ചെറിയ ചെറിയ ദൈവങ്ങളുണ്ട്, അതിനൊക്കെ അവർ ആരാധന ചെയ്യുന്നു, ഇബാദത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊക്കെയും ചെറിയ ചെറിയ ഇലാഹുകളാണ്, വലിയ ഇലാഹ് അള്ളയാണ് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതാണ് തമ്മിൽ വ്യത്യാസമുള്ളത്. സുന്നികളായ ആളുകളുടെ വിശ്വാസം ഒരിക്കലും മഹത്തുക്കൾ ഇലാഹാണെന്നോ എന്ന നിലക്ക് ഒരു നിലക്കും അവർക്ക് ഇബാദത്ത് ചെയ്യാറില്ല. മക്കാ മുശ്രിക്കീങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. ഇത് ഞാൻ എൻ്റെ വകയായി വെറുതെ പറഞ്ഞതല്ല. ഖുർആനിന്റെ ഒരുപാട് ആയത്തുകൾ പരിശോധിച്ചാലും വളരെ വ്യക്തമായി തന്നെ മക്കാ മുശ്രിക്കീങ്ങളുടെ ആശയങ്ങൾ പറയുന്നുണ്ട്. വഖദ് കാനൂ യഅ്തഖിദൂന, മക്കാ മുശ്രിക്കീങ്ങൾ വിശ്വസിക്കുന്നവരായിരുന്നു, അന്നല്ലാഹ ഹുവൽ ഇലാഹുൽ ആളം, അള്ളാഹു എന്നുള്ളത് വലിയ ഇലാഹാണ്, ലാത്ത ഉസ്സ പോലോത്തത് ചെറിയ ചെറിയ ഇലാഹുകളാണ് എന്ന് വിശ്വസിച്ചിരുന്നു. സൂറത്തു സുമറിൽ എടുത്തു നോക്കിയാൽ കാണാം, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ, അള്ളാഹുവിനെ കൂടാതെ സഹായികളാക്കുന്ന ആളുകൾ, ആ ലാത്ത ഉസ്സ പോലോത്ത ബിംബങ്ങൾക്ക് ആരാധിക്കുന്ന ആളുകൾ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ആ ചെറിയ ചെറിയ ഇലാഹുകൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലാത്ത ഉസ്സക്ക് ഞങ്ങൾ ആരാധിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത് എന്ന് മക്കാ മുശ്രിക്കീങ്ങൾ പറയുന്നു എന്ന് സൂറത്തു സുമറിൽ എടുത്തു നോക്കിയാൽ കാണാം. ഖുർആൻ സ്പഷ്ടമായി പറയുന്ന അവർ ഇബാദത്ത് ചെയ്യുന്നവരാണ് ബിംബങ്ങൾക്ക്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തുമായി സന്ദേശമായിട്ട് വന്നത് ബഹുദൈവ ആരാധകന്മാരായ മക്കാ മുശ്രിക്കീങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏക ഇലാഹിനിക്ക് മാത്രം ആരാധിക്കണം, ഒരുപാട് ദൈവങ്ങൾക്ക് നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. അപ്പോഴാണ് അവർ ചോദിച്ചത്, സൂറത്തു സ്വാദിൽ കാണാം, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഈ കാണുന്ന ലാത്ത ഉസ്സ പോലോത്ത ദൈവങ്ങളെല്ലാം ബിംബങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഒരു ഇലാഹിനേക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുകയാണോ? എന്തൊരു അത്ഭുത വിഷയമാണ് ഈ മുഹമ്മദിന്റെ വിഷയം
എന്ന് അവർ മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചു. കണ്ടോ, അവർ ബഹുദൈവ ആരാധകന്മാരായിരുന്നു. സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ അധ്യായം എടുത്തു നോക്കിയാൽ കാണാം, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യളുറുഹും വലാ യൻഫഉഹും. അല്ലേ, അവർ അള്ളാഹുവിനെ കൂടാതെ അവർക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ലാത്ത ഉസ്സ പോലത്തെ ബിംബങ്ങൾ അവർ ആരാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിനിക്ക് അവർ ഇബാദത്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞതല്ല, ദുർവ്യാഖ്യാനല്ല. സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ ആയത്തിന്റെ പച്ചയായ അർത്ഥമാണ്. ഇനി സൂറത്തു നഹലിൽ തന്നെ പറയുന്നുണ്ട്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർളി ശൈഅ വലാ യസ്തതിഊൻ. ഒരു കഴിവും ഇല്ലാത്ത, ഒന്നും കഴിവില്ലാത്ത ബിംബങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനിക്ക് ആരാധിക്കുന്നതിനിക്ക് പകരം അവർ ആരാധന നടത്തുന്നു, ഇബാദത്ത് ചെയ്യുന്നു. സൂറത്തു നഹലിന്റെ 73-ാമത്തെ ആയത്തിലാണ്. അവരുടെ വിശ്വാസത്തെ പറ്റി, ബിംബത്തിനോടുള്ള അവരുടെ വിശ്വാസത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഖുർആൻ വ്യക്തമായി പറഞ്ഞ വിഷയമാണ് ഞാൻ പറയുന്നത്. അവർ ആരാധന നടത്തുന്നു. ഇനി സൂറത്തുൽ ഹജ്ജ് അതിന്റെ 71-ാമത്തെ ആയത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വമാ ലൈസ ലഹും ബിഹി ഇൽമു വമാ ലിൽസാലിമീന മിൻ നസ്വീർ. അല്ലാഹുവിനെ കൂടാതെ ഒരു അധികാരവുമില്ലാത്ത ലാത്ത ഉസ്സ പോലത്തെ ബിംബങ്ങൾ അവർ ആരാധിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു എന്ന് സൂറത്തു നഹലിന്റെ 71-ാമത്തെ ആയത്തിൽ കാണാം. ഇനി നോക്ക് നിങ്ങള്, മാത്രമല്ല സുന്നികളായ ആളുകൾ ആരും അമ്പിയാക്കന്മാർ അള്ളാഹുവിന്റെ മക്കളാണെന്നോ, അമ്പിയാക്കന്മാർ പുത്രന്മാരാണെന്നോ, അല്ലെങ്കിൽ ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ മക്കളാണെന്നോ ആരും വിശ്വസിക്കാറില്ല. അതേ സമയത്ത് മക്ക മുശ്രിക്കീങ്ങളിൽ നിന്ന് അവർ വിശ്വസിച്ചത് മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നുള്ളതാണ്. അതാണ് ലിഅന്നൽ കുഫാറ സഅമു, കാഫിരീങ്ങൾ വാദിക്കുന്നത് അന്നൽ മലായികത ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫൽ കുഫാറു ലമ്മാ ഖാലു അൽ മലായികതു ബനാത്തുല്ലാഹി, അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറഞ്ഞപ്പോൾ അൻകറല്ലാഹു അലൈഹിം അശദ്ദൽ ഇൻകാർ, അല്ലാഹു തആല അവരെ ശക്തമായി എതിർക്കുകയാണ് ഖുർആനിലൂടെ. നിങ്ങൾക്ക് ആൺമക്കളെ തെരഞ്ഞെടുത്ത് അല്ലാഹു തആല പെൺമക്കളെ പടക്കുകയാണോ, പെൺമക്കളെ ഉണ്ടാക്കുകയാണോ? വജഅലുൽ മലായികത്തല്ലദീ ഹും ഇബാദുർ റഹ്മാനി ഇനാസ, അള്ളാഹിന്റെ റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകളാകുന്ന മലക്കുകളെ അള്ളാഹിന്റെ പെൺമക്കളാണെന്ന് അവർ പറയുന്നുണ്ടോ? സൂറത്തു സുഖ്റുഫിൽ വ്യക്തമായ നിലക്ക് അവരെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു. ഇതാണ് മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. അള്ളാഹുവിന്റെ മലക്കുകൾ പെൺമക്കളാണെന്നും ലാത്ത ഉസ്സ പോലോത്തത് ചെറിയ ചെറിയ ദൈവങ്ങളാണെന്നും അതിനിക്ക് അവർ ഇബാദത്ത് ചെയ്യുന്നവരാണെന്നും ഖുർആൻ വ്യക്തവും ശക്തവുമായ നിലക്ക് പല സ്ഥലത്ത് പറയുന്നുണ്ട്. എന്നിരിക്കെ ഇതെല്ലാം മനസ്സിലാക്കി, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ, സാധാരണക്കാരായ KC നഗറിലുള്ള അവരൊക്കെയും ഒരുപക്ഷെ സലഫികളായേക്കാം. ആ സലഫികളായ ആളുകൾ അവർ ഖുർആൻ ഓതാത്തവരാണ്, ഖുർആനിന്റെ അർത്ഥം അറിയാത്തവരാണ്. ഇത്തരം കള്ള വ്യാഖ്യാനങ്ങളെ പറഞ്ഞുകൊണ്ട് അവരെ വഞ്ചിക്കുന്നുണ്ട് എങ്കിൽ ഇത് ശരിക്കും മനസ്സിലാക്കണം. ഓക്കെ ഉസ്താദ്, ഇത് വളരെ വ്യക്തമായ നിലക്ക് എണ്ണി അക്കമിട്ട് മറുപടി പറഞ്ഞു, വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് പല ആളുകളും മുമ്പത്തെ ഒരു വീഡിയോ ഞാന് മക്ക മുശ്രിക്കീങ്ങളുടെ തൽബിയത്തിനെ പറ്റി പറഞ്ഞപ്പോ പല ആളുകളും പല കമന്റുകളുമായി പറഞ്ഞു. PM-ലും വന്നു, അല്ലാത്തതിലും നിലക്കും പല കമന്റുകളായി വന്നു. അവരോടൊക്കെയും ഈ ആയത്ത് വ്യക്തമായി ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം അവർ ബൗദ്ധൈവ ആരാധകരാണ്.
അവർ ഇലാത്ത ഉസ്സനെ പോലത്തെ ഇലാഹാക്കുകയും അതിലേക്ക് ഇബാദത്ത് ചെയ്യുന്നവരുമാണ്. സുന്നികളായ ഒരാളും അമ്പിയാക്കന്മാരെയോ ഔലിയാക്കന്മാരെയോ ഇലാഹുകളാക്കുന്നില്ല. മാത്രമല്ല അവർക്ക് ആരാധന നടത്തുന്നില്ല, ഇബാദത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് അള്ളാഹു കൊടുത്ത മോജിസത്താകുന്ന കഴിവുകൊണ്ട്, കറാബത്താകുന്ന കഴിവുകൊണ്ട് അവർ ഞങ്ങളെ സഹായിക്കുന്നു എന്നതിലേക്കാണ് അവരോട് സഹായാഭ്യർത്ഥനം നടത്തുന്നത്. ഇത് വ്യക്തമായി മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.